ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ മുഖമാണ് ഈ തെരഞ്ഞെടുപ്പ്. വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതുപോലൊരു രാഷ്ട്രീയ തീരുമാനമെടുക്കാൻ സാധിക്കില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എങ്ങനെ എന്നതിൻ്റെ ഒരു റോൾ മോഡലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾ പ്രത്യേകമായി പത്രത്തിൽ എഴുതണം. ഈ എംഎൽഎമാരുടെ പിന്തുണ കെ സി വേണുഗോപാലിനായിരുന്നു. എംഎൽഎമാരുടെ പിന്തുണ പരിഗണിക്കണമെന്ന് അങ്ങ് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെ ഒരു അതിനൊന്നും ഇനി പ്രസക്തിയില്ല. ഇപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിക്കുമ്പോഴെല്ലാം ചോദിക്കാറുണ്ട്, ഇതിൻ്റെ തീരുമാനം, ഫൈനൽ തീരുമാനം ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് അവസാനത്തെ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ പുറത്ത് ആ തീരുമാനം വന്നു. ആ തീരുമാനം ഞങ്ങൾ എല്ലാവരും രണ്ട് കൈമുട്ടി നമ്മൾ അംഗീകരിച്ചു. അതിനനുസരിച്ച് ഞങ്ങൾ കൃത്യമായി പാർട്ടിയല്ലേ, നമ്മളൊരു പാർട്ടിയല്ലേ, പാർട്ടീൻ്റെ അകത്ത് പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്താൽ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ പാർട്ടിക്കകത്ത് നിൽക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? അങ്ങ് കൊടുത്ത ഒരു അങ്ങ് കെ സിയുടെ പേര് നിർദ്ദേശിച്ചിരുന്നു ഒരിക്കൽ പറയുകയുണ്ടായി. അതിന് പകരം വീടി വരുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള എല്ലാവരും ഒരുപോലെയല്ലേ? ഇവർ രണ്ടുപേരും നമ്മളെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തൂണുകളല്ലേ. നമുക്കെന്താ അതിനകത്ത് കുറവ്? ഈ രമേശ് ചെന്നിത്തല പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നല്ലോ. രമേശ് ചെന്നിത്തല പരിഗണിക്കാത്തതിൽ പരിഭവിച്ചുകൊണ്ട് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ, നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നറിയിച്ചിരിക്കുകയാണ്. എനിക്കതിനെ കുറിച്ച് അറിവില്ല. രമേശ് ചെന്നിത്തല മാറി നിൽക്കും എന്നുള്ള വിശ്വാസം എനിക്കില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരുപാട് നമ്മൾ ഉപയോഗപ്പെടുത്തിയതാണ്. അത് നാളെയും നമുക്ക് ലഭിക്കണമെന്നാണ് ഞങ്ങളെയൊക്കെ ആഗ്രഹം. നമ്മളൊക്കെ ഉണ്ടല്ലോ കോൺഗ്രസിനകത്ത്, നമ്മളും ഒക്കെ ഇല്ലേ? നമ്മളെ ബന്ധുക്കൾ ബഹളാക്കിയോ? ഒന്നും ആക്കിയില്ലല്ലോ. അപ്പം ഞങ്ങൾക്കും കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കണം. ആ പ്രവർത്തനത്തിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും. അത് കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കും. ഈ അങ്ങ് ഒരുപാട് അനുഭവ പരിചയമുള്ള ഒരു നേതാവാണ് അങ്ങ് കെ സുധാകരൻ. ആ സപ്പോർട്ടും പിന്തുണയും എല്ലാം പുതിയ മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായും 100% പാർട്ടിയുടെ ഏത് തീരുമാനത്തിന്റെയും പിറകിൽ ശക്തനായ ഒരു വക്താവായി ഞാനുണ്ടാകും. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ വന്നേക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഒരു പരിഗണന എന്ന നിലയിൽ. അതൊക്കെ വന്നാൽ നല്ലതായിരിക്കുമോ? എനിക്ക് അതിനെക്കുറിച്ചിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ യോജിച്ചുകൊണ്ടുള്ള ഏത് തീരുമാനവും പാർട്ടിക്ക് നല്ലതാണ്. അതിലൊന്നും പറഞ്ഞ് ശരിയില്ല. ലീഗിന് സ്വാതന്ത്ര്യമില്ലേ പറയാൻ? പിന്നെന്താ പറഞ്ഞാൽ അത് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടില്ല. എന്താ സമ്മർദ്ദം ഉണ്ടാക്കിയത്? അവരവരെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. ശരിയാണ്. അവർ ഘടകകക്ഷിൻ്റെ തീരുമാനമല്ലേ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.